പഴങ്കഞ്ഞി. ഇത് വെച്ച് വെള്ളച്ചോറുന്നാണ്ട ഞങ്ങൾ പറയാ. അപ്പൊ അതിൽ ഉള്ളി ഞാൻ ഇന്നലെ ഇതാ റൈസ് ഇതാണ് കേട്ടാ. ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. പൊട്ടറ്റോ ഇവിടെ ആയിട്ടുണ്ട്. നമ്മൾ ന്യൂഡിൽസിനൊക്കെ കട്ട് ചെയ്യൂലേ, അതുപോലെ എന്താ കട്ട് ചെയ്യണത്. ഒന്ന് കുറുകി വരുമ്പോ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. ആദ്യമായിട്ടൊന്നല്ലേ, പണ്ട് വീട്ടിലൊക്കെ കഴിക്കാറുണ്ടായിരുന്നു. കാന്താരി മുളക് വീട്ടിൽ നിന്ന് കാന്താരി പൊട്ടിച്ചു. അപ്പൊ പതിവ് പോലെ ഞാൻ ഗേറ്റ് തുറക്കാൻ വേണ്ടി പോവാണ് കേട്ടാ. എന്നും ഞാൻ പറയാറില്ലേ, ആദ്യത്തെ ഡ്യൂട്ടി ഇതാണ്, ഗേറ്റ് തുറന്നിടുക എന്നുള്ളത്. ഇന്നലെയൊക്കെ നല്ല മഴയുണ്ടായി എന്നാണ് എനിക്ക് തോന്നണത്. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു തോന്നണ. മുറ്റമൊക്കെ ആകെ നനഞ്ഞ് കിടക്കുകയാണ് കേട്ടാ. ഇഡ്ഡലി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഞാൻ. ഇനി ചെന്ന് ഓഫ് ചെയ്യട്ടെ കേട്ടാ. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ എന്താ ഇഡ്ഡലി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്നലത്തെ ഇഡ്ഡലിയാണ് കേട്ടോ ബാലൻസ് വന്നത്. അച്ഛൻ രാവിലെ പറയണ്ടായി, അച്ഛൻ ഇഡ്ഡലി മതി, ഇഡ്ഡലി ചൂടാക്കുന്നു പറഞ്ഞിട്ട് അച്ഛൻ കടയിൽ പോയിട്ടാ. അപ്പൊ ദേ ഓഫ് ചെയ്യാൻ പോവാണേ. ഞാൻ പിന്നെ എന്താണ് ഇന്നലെ ഒരു കാര്യം ചെയ്തു വെച്ചിട്ടാണ് കേട്ടോ കിടന്നത്. എനിക്കിതാ അയ്യോ ഇതേണ്ട പഴങ്കഞ്ഞി. ഇത് വെക്കിയേ, വെള്ളച്ചോറുന്നാണ്ട ഞങ്ങൾ പറയാ. അപ്പൊ അതിൽ ഉള്ളി ഞാൻ ഇന്നലെ തലേ ദിവസം അരിഞ്ഞിട്ട്, അപ്പൊ അങ്ങനെ ഇടുമ്പോ ഭയങ്കര സോഫ്റ്റ് ആവുന്നാ പറയണേ. കുറച്ച് ക്രഞ്ചി ഇഷ്ടമുള്ളവർക്ക് കഴിക്കണ സമയത്ത് ഇട്ടാൽ മതി. ഇത് ഉണ്ടാക്കാൻ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഒരു ചേച്ചി ഉണ്ട്, കസിൻ ചേച്ചി, ജയ ചേച്ചി, പുള്ളിച്ചേച്ചിന്ന് പുള്ളിക്കാരിക്ക് ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ ചാനലുണ്ട്, സോറി മാറിപ്പോയി. അപ്പോൾ ചാനലുണ്ട് കേട്ടോ പുള്ളിക്കാരിക്ക്. അപ്പോൾ അതിൽ പഴങ്കഞ്ഞി കുടിക്കണ വീഡിയോ ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കൊതിയായി. അപ്പോൾ ഞാൻ ഇന്നലെ ചോറ് മനഃപൂർവ്വം കൂട്ടിയിട്ട് ഇങ്ങനെ ബാലൻസ് വരാനായിട്ട്. അപ്പം ഞാൻ ഇന്ന് അതായിരിക്കും കഴിക്കാൻ വേണ്ടി പോണത്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ചപ്പാത്തി വാങ്ങിയിട്ടുണ്ടായി മോഡേണിൻ്റെ. കാരണം ഇന്നലെ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. അപ്പം ഇന്ന് എനിക്കിനി കുറേയും കൂടെ നിന്ന് കഴിഞ്ഞാൽ ചൂട് കൂടുമ്പോഴാന്ന് തോന്നുന്നു തലവേദന വരുന്നത്. അപ്പം ഞാൻ ഓർത്തു ചപ്പാത്തിയും പൊട്ടറ്റോ കറി ഉണ്ടാക്കാൻ സിമ്പിളായിട്ട്. പിന്നെ ഞാനിത് കഴിഞ്ഞിട്ട് ഞാൻ സേതുവിൻ്റെ കൂടെ ഒന്ന് ഓഫീസിലും പോകും. ഓഫീസിലേക്കല്ല, ഞാൻ എന്നെ പോണ വഴിക്ക് എന്നെ ഡ്രോപ്പ് ചെയ്യും. ഞാൻ വീട്ടിലേക്കാണ് പോണത്. അപ്പം ഇന്ന് ചോറും വലുതായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കാനൊന്നുമില്ല. പിന്നെ ഞാൻ ഓർത്തു അനിയത്തി ഉണ്ട് വീട്ടിൽ, അവൾക്ക് ഒരു ഫ്രൈഡ് റൈസും കൂടി ഉണ്ടാക്കി കൊണ്ടുപോകാം എന്നാണ് വിചാരിച്ചേക്കണത്. അപ്പം അങ്ങനെ വലിയ പണികളില്ലെന്ന് ശരിക്കും പറഞ്ഞാൽ. അപ്പം ചപ്പാത്തി നമുക്ക് ചുട്ടെടുത്താൽ മതി. പിന്നെ പൊട്ടറ്റോ കറി ഉണ്ടാക്കാം. ലച്ചുവിന് ചപ്പാത്തി ന്യൂട്ടല്ലേ മതി സ്കൂളിലേക്ക് എന്ന് പറഞ്ഞു. അപ്പം ഇന്നിപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടി പോണത് പൊട്ടറ്റോ വേവിക്കാൻ വെക്കാം. ഒന്ന് തുറന്നിട്ടേക്കട്ടെ. മോട്ടർ അടിക്കണം. ഞാൻ വിചാരിച്ച് ഇങ്ങോട്ടാണുള്ളത്. അപ്പോൾ പൊട്ടറ്റോ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ പൊട്ടറ്റോ വേഗം തൊലി കളഞ്ഞ് വേവിക്കാൻ വെക്കട്ടെ കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ റെഡിയാക്കാൻ പോകുന്നത്. ഞാൻ 6 മണിക്കും അലാം വെച്ചു, പിന്നെ 6:20 വെച്ചു. ഞാൻ 6 മണിക്ക് അങ്ങനെ അടിച്ചില്ലെങ്കിൽ അടിക്കും. എന്നാലും നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ ഞാൻ 2 പ്രാവശ്യമൊക്കെ വയ്ക്കും. പിന്നെ ഞാൻ എണീറ്റിട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ട് കിടന്നുറങ്ങണ ഇതില്ല കേട്ടോ. അച്ഛൻ വഴിയിൽ വെറുതെ പോയതാട്ടാ. പേപ്പറൊക്കെ വാങ്ങും, അല്ലെങ്കിൽ പാല് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പോകും, അല്ലെങ്കിൽ വെറുതെ നടക്കാൻ പോവും. അങ്ങനെയൊക്കെയാണ്. അപ്പം അച്ഛന് ഇഡ്ഡലി മതി, വേറെ ഒന്നും വേണ്ടാന്ന് പറയണ്ടായി. ഞാൻ എണീക്കണ മുന്നേ അച്ഛൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായി ഇഡ്ഡലി. അല്ലെങ്കിൽ ഞാൻ ഇന്ന് പുട്ടുണ്ടാക്കാന്നാണ് വിചാരിച്ചത്. പുട്ടും കടലക്കറി
അതാ ഞാൻ മനസ്സിൽ വിചാരിച്ചത്. പക്ഷെ എനിക്കിനി വയ്യ. ഇതാകുമ്പോ പെട്ടെന്ന് കറി മാത്രം അങ്ങോട്ട് ഉണ്ടാക്കിയാ പോരെ. എല്ലാരും ഭയങ്കര തിരക്കിലായിരിക്കില്ലേ രാവിലെ തന്നെ. എല്ലാവർക്കും ബിസി, ആർക്കും രാവിലെ നേരം ഉണ്ടാവില്ല. ഉറക്കം വരിക, ഉറക്കം മതിയായിട്ടില്ല. ഈ മഴയും തണുപ്പും കൂടി വരുമ്പോ ഒന്നും കൂടെ കിടന്നുറങ്ങാൻ തോന്നും. എണീക്കാൻ തോന്നുന്നില്ല സത്യം പറഞ്ഞു. പിന്നെ എണീക്കാതിരിക്കാൻ പറ്റൂലല്ലോ, എണീറ്റ് റെഡിയാക്കണ്ടേ. ഇതേ കുക്കറിലും വിസിൽ വരാറായിട്ടുണ്ട്. ഇനിയിപ്പം റെഡിയാക്കാൻ വേണ്ടി പോണത് അരിഞ്ഞു വെക്കാനാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ സിസ്റ്റർക്ക് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊണ്ടുവന്നു. അപ്പൊ ഞാൻ സാധനങ്ങളൊക്കെ അരിഞ്ഞു വെക്കട്ടെ. ഞാൻ ലച്ചൂന് ഇന്നലെ ഇത് ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ കൊണ്ടുപോയത്. അപ്പൊ ഞാൻ എപ്പോഴും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണമെന്ന് ഓർക്കുമ്പോൾ ഞാൻ റൈസ് എന്തായാലും തലേ ദിവസം വേവിച്ച് വെച്ചിട്ട് ഞാൻ കിടക്കുള്ളൂ. ലെഫ്റ്റ് ഓവർ റൈസാണ് ഫ്രൈഡ് റൈസിനൊക്കെ ഭയങ്കരമായിട്ട് നല്ലത്. സ്റ്റിക്കി ആവൂല, ഇതാവൂല. നമ്മൾ ഒരു ഹാഫ് കുക്ക് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇളക്കി കഴിയുമ്പോൾ പൊടിഞ്ഞു പോകും. അപ്പം ഞാൻ അതൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കട്ടെ. അപ്പം ഇതാ റൈസ് ഇതാണ് കേട്ടോ ഞാനെടുത്ത് വെച്ചിട്ടുണ്ട്. എന്താ പൊട്ടറ്റോ ഇവിടെ ആയിട്ടുണ്ട്, ഓഫ് ചെയ്ത് വെച്ച്. അപ്പം ഞാൻ ഓർക്കണത് ഇതാ, ഞാൻ ഫ്രൈഡ് റൈസിന് ക്യാരറ്റും ക്യാപ്സിക്കും ഉണ്ട് എടുക്കണത്. ഇന്ന് ലച്ചു ചപ്പാത്തി ന്യൂട്ടലല്ലേ കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് ക്യാരറ്റും കൂടി ഇങ്ങനെ നല്ലോണം ഇങ്ങനെ തിൻ സ്ലൈസ് ആയിട്ട് വെച്ച് കൊടുത്താൽ ചിലപ്പോൾ കഴിച്ചോളൂ കേട്ടോ. അപ്പം അതും ചെയ്യാം. ഇത് നമുക്ക് ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് അല്ലേ. ഫ്രൈഡ് റൈസിലേക്ക് എനിക്ക് 2 ദിവസമായിട്ട് ഭയങ്കരമായിട്ട് ചൂടെടുക്കുക. അപ്പം എനിക്കറിയില്ല, എനിക്കാണെങ്കിൽ ചൂട് വന്നാൽ ഉറപ്പാ തലവേദനയും വരും. ചൂട് സഹിക്കാൻ പറ്റണില്ലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതെല്ലാം അരിഞ്ഞ് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ പോണ സമയം ഇപ്പം ഉണ്ടാക്കില്ല. ഫ്രൈഡ് റൈസിൽ വെച്ചെല്ലാം പോയതിന് ശേഷം ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് തണുപ്പ് പോകില്ലേ. എനിക്ക് തോന്നുന്നു ഇത്രയും ക്യാരറ്റ് വേണ്ടാന്ന് തോന്നുന്നു. കുറച്ച് മതിയും തോന്നുന്നു കേട്ടോ. അരിഞ്ഞ് വന്നപ്പോൾ കൂടുതലായി. ആവശ്യത്തിന് എടുത്താൽ മതി ക്യാപ്സിക്കം. ഇന്ന് ചപ്പാത്തിയിലുണ്ടാണ് കേട്ടോ കുറച്ചിങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കാം. ലച്ചു അതിനെ കൊണ്ടുപോകാമെന്നും പറഞ്ഞല്ല. പിന്നെ ഞാനിന്ന് ചോറൊന്നും വെക്കണില്ല. ഞാൻ വീട്ടിൽ പോയിട്ടാണ് കഴിക്കാം. വീട്ടിൽ നിന്ന് കഴിക്കാം. അപ്പം ഞാൻ ഒന്നും ചെയ്തോട് ഉണ്ടാക്കി വെച്ചിട്ട് പോകും. അതിനി അങ്ങനെ തന്നെ മൂടി ഫ്രിഡ്ജിലേക്ക് വെക്കും കേട്ടോ. ഉണ്ടാക്കുന്ന സമയത്ത് എടുക്കുള്ളൂ. ഇത് ലച്ചുവിന് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ക്യാരറ്റാട്ടോ, നല്ല പച്ച ക്യാരറ്റാ. നമ്മൾ ന്യൂഡിൽസിനൊക്കെ കട്ട് ചെയ്യൂലേ, അതുപോലെ എന്താ കട്ട് ചെയ്യണത്. ഈ കട്ടിൻ്റെ പേരാണ് ജൂലിയൻ കട്ട്. നല്ലതാണ് കേട്ടോ, നല്ല നൈസായിരിക്കും, കഴിക്കാനും ഭയങ്കര എളുപ്പമാണ്. ഇത്രയും വെക്കാം. ലഞ്ച് ബോക്സിൽ തന്നെ സൈഡിൽ അങ്ങോട്ട് വെക്കും. ന്യൂട്ടല്ലയാണല്ലോ അന്ന് കൊണ്ടുപോകുന്നത്. ഭയങ്കര മഴക്കാറുണ്ട്. എപ്പോഴും ലച്ചു സ്കൂളിൽ പോയി കഴിഞ്ഞിട്ട് മഴ പെയ്യണേ എന്നാണ്ട വിചാരിക്കുക. കാരണം റെയിൻകോട്ടൊക്കെ ഇട്ട് ആകെ ഇതായിട്ട് പോവണ്ടേ. ഓഹ്, സമയം എന്തായി? 7:10. ആണോ? ലച്ചുവിനെ വിളിക്കാറായിട്ടുണ്ട്. 7 മണിയാകുമ്പോൾ 10 മിനിറ്റ്. ഞാൻ ലച്ചുവിനെ ഒരു 7:50 ആകുമ്പോൾ 6:50 ആകുമ്പോൾ വിളിക്കും. ഇതൊന്ന് എൻ്റെ തോലൊന്ന് കളഞ്ഞു വെച്ചിട്ടേ വിളിക്കാം. ഗാർലിക്ക് കുനുകുനാന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടാ. ഇനിയിപ്പോൾ ഈ ലച്ചുവിനെ വിളിക്കട്ടെ കേട്ടാ. കൈ മുറിഞ്ഞു ചെയ്തട്ടാ. എനിക്ക് എപ്പോഴും എന്തേലും പരിക്കാം. നമ്മുടെ പൊട്ടറ്റോ ഇവിടെ ആയിട്ടുണ്ട്. ഇനി വേഗം ഉണ്ടാക്കാൻ തുടങ്ങും. ഞാൻ ഇന്നലെ ഒഴിച്ചു വെച്ചിട്ടുണ്ടായി തൈര്. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാം. ലച്ചുവിന് എന്നും തൈര് വേണേ, കുറച്ചും കൂടി സെറ്റ് ആവാനുണ്ട്. അവൾക്ക് എന്നും ഈ പറഞ്ഞ പോലെ ഇത് വേണം, തൈര്.
മോര്, കടുക്, ഗ്ലാസ്സോ അല്ലെങ്കിൽ പാത്രം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് ഈ പൊട്ടറ്റോ ഒന്നിങ്ങനെ സ്മാഷ് ചെയ്യും കേട്ടോ ഞാൻ. നമുക്കിതാ പച്ചമുളക് ഞാൻ ഇടാന്ന് വിചാരിച്ച്, പിന്നെ ഞാൻ ഇടുന്നില്ല. പച്ചമുളകിന്റെ എരിവ് ഈ പൊട്ടറ്റോയിലൊരു ഒരെണ്ണം ഇടാം. ഒപ്പം ചിലത് ഭയങ്കര എരിവായിരിക്കും. എരിവ് ഇവിടെ ആർക്കും അത്ര അങ്ങോട്ട് പ്രിയമല്ല. ഇങ്ങനെ ഇട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരാം. പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്യാം. നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ടില്ല ഇതുവരെ, ഉപ്പൊന്ന് നോക്കാവേ. ഉപ്പില്ല. അപ്പം കറി കിടന്ന് തിളക്കണേ. ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ. ഇവിടെ ആകെ മെസ്സായിട്ട് കിടക്കണേണ്. ഞാൻ പോയി എല്ലാം കഴിഞ്ഞിട്ടേട്ടാ ശരിയാക്കുള്ളൂ. 3 ചപ്പാത്തിയാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കണത്. ഒന്ന് ലച്ചുന് കഴിക്കാൻ, ഒന്ന് സ്കൂളിൽ 2 സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട്. പോയി കഴിച്ചോട്ടെ, അമ്മ ഇതൊന്നും ആക്കട്ടെ. ചൂടുണ്ട്, ഫാനും ഇട്ടിട്ട് പോയി കഴിച്ചു. 2 ചപ്പാത്തി. ന്യൂട്ടല്ല, അവക്കത് ഇഷ്ടമല്ല. മതിയില്ലേ ചെയ്തോട്ടാ? എന്നാ ആ ക്യാമറയിൽ കാണിക്കല്ലേ. എനിക്ക് തോന്നി അതാണ് വരാൻ മടി, അല്ലെങ്കിൽ ഇപ്പൊ ഓടിച്ചാടി വന്നിട്ടുണ്ടാവും. ഞാൻ കുറച്ച് സ്നാക്സും കൂടി ആക്കട്ടെ കേട്ടാ. വരാട്ടാ. അപ്പൊ ഇതാ കപ്പ് കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതാ കപ്പ് കേക്കും ഒരു ചോക്ലേറ്റ് കുക്കിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വെള്ളം കൂടി ആക്കി കഴിഞ്ഞാൽ ലച്ചുവിന്റെ ലഞ്ച് ബോക്സ് റെഡി. ഇത്തിരി ചൂടുവെള്ളം കുടിക്കാന്ന്. പൊടി ക്ലാസ്സിലെ പൊടിയാണോ? ആണോ? അതെങ്ങനെ എരിവുണ്ടെന്ന് വെച്ചാ എല്ലാം ആക്കിയിട്ടുണ്ടമ്മ. കഴിച്ചോട്ടാ. ഇറങ്ങിക്കോ. ഇത് ചവിട്ടല്ലേ, ഒന്നുമില്ല, അത് ദൂല. ടാറ്റാ. നന്നായിട്ട് വായിച്ചു നോക്കിട്ട് എഴുതിട്ടാ. കേറിക്കോ. ടാറ്റാ. മഴ പെയ്യോ? കോട്ട് എടുക്കണ? നല്ല കിളികളുടെ ഒച്ച. ഇതെന്താ പത്തിന് വീണതൊക്കെ. എന്തോരം കിളികളാന്നറിയോ, ഭയങ്കര ഒച്ച. ശരിക്കും പറഞ്ഞാൽ രാവിലെ എണീക്കുമ്പോഴത്തേ ഇത് കൊണ്ടിട്ടിട്ട് വരട്ടേട്ടാ. ശരിക്കും പറഞ്ഞാലേ രാവിലെ ഭയങ്കര രസമായിരിക്കും കേട്ടോ. പക്ഷെ ഞാൻ വീഡിയോ എടുക്കാന്ന് വെച്ചിട്ട് ഫോൺ ഓൺ ആക്കുമ്പോഴത്തേക്ക് കിളികളുടെ ഒച്ചയൊന്നും ഉണ്ടാവില്ല. ഇനി എന്താ പണി എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ചായ കുടിക്കും. ഞാൻ പഴങ്കഞ്ഞിയാണ് കേട്ടോ കഴിക്കാൻ വേണ്ടി പോണത്. പിന്നെ അവൾക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണം. പിന്നെ വേഗം റെഡി ആയിട്ട് പോകണം. അപ്പം അതാണ് കേട്ടോ. ഇന്ന് എനിക്ക് തോന്നുന്നു ഭയങ്കര ഇങ്ങനത്തെ ക്ലൈമറ്റ് കണ്ടിട്ടേ മഴയാണെന്നാ തോന്നണത്.
ഇത് കണ്ട കാണിച്ചു തരാവേ. ഓ ശരിക്കും മുകളിലേക്ക് നോക്കാൻ പറ്റില്ല, അയ്യോ മഴക്കാറ് ചെയ്തു കേട്ടോ, കോട്ട് എടുത്തിട്ടില്ല കേട്ടാ. കണ്ട നല്ല മഴക്കാറാണ്. പിന്നെ ദേ ഇവിടെ കൊച്ചു കൊച്ചു ഈ ഇവിടെ കിളികൾ ഇഷ്ടം പോലെ പറന്നുകൊണ്ട്. ദൈവമേ മഴ പെയ്യോ. ദേ ഇങ്ങനത്തെ ഒരു വയലറ്റ് പൂവ് നോക്കിയേ, കാണാൻ പറ്റുന്നുണ്ടാ? ദേ എന്താ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനത്തെ കുറെ ഭയങ്കര പുല്ലാണെന്നേ. ഇതൊന്ന് ക്ലിയർ ചെയ്യണം എനിക്ക്, എന്നാലാണ് ഒരു സമാധാനം. അപ്പൊ ഇനി ഞാൻ വേഗം പോയിട്ട് എന്റെ പണികളൊക്കെ തീർക്കട്ടെ. ഭയങ്കര കാറ്റുണ്ട്, നല്ല സുഖമുണ്ട് പുറത്ത് നിൽക്കാനായിട്ട്. ഞാൻ ഓൾറെഡി ഇവിടെയൊക്കെ ശരിയാക്കി ഇട്ടിട്ടുണ്ടായി. അവള് പോണ മുന്നേ ഒരു വിധം ഒന്ന് മടക്കിയൊക്കെ വെക്കൂട്ടോ ഞാന്. അപ്പൊ ലച്ച് പോയി ചെയ്തതിന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കേട്ടോ. ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് കഴിക്കാറുണ്ട്. ഞാൻ കഴിച്ചോന്നു, കാരണം പഴങ്കഞ്ഞിയാണല്ലോ, കുറച്ചും കൂടി അങ്ങോട്ടായിട്ട് കുടിക്കാന്ന് വിചാരിച്ച്. പിന്നെ ഞാനിപ്പൊ പ്രിപ്പയർ ചെയ്യണത് ഫ്രൈഡ് റൈസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ വീട്ടിൽ പോവാണ്, അപ്പം അവൾക്ക് കൊണ്ടുപോയി കൊടുക്കാനാണ് കേട്ടോ. പിന്നെ ഞാൻ ചായ വീട്ടിൽ ചെന്നിട്ട് കുടിക്കും. ചായ എനിക്ക് എന്തായാലും മസ്റ്റാണ് രാവിലെ. അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല, വെറും കാലിച്ചായ. നല്ല മഴയുണ്ട് ഇന്ന്, എത്ര മഴയാണെങ്കിലും ഞാൻ വീട്ടിൽ പോകുന്നു. കൊട്ടിട്ടിട്ട് പോകാലോ. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും ഇവിടെ കാപ്പി അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ രാവിലെ അരിഞ്ഞ് വെച്ചില്ലേ, അതൊന്നും നന്നായി വേഗം നമുക്ക് റെഡിയാക്കി എടുക്കാം. നല്ല മണം വരും ഗാർലിക് ഇട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അയ്യോ ഒരു കാര്യം മറന്നു പോയിട്ടോ, കോഫി ഒരു ഹാഫ് സവാളയും കൂടി വേണം. കരിയോ അപ്പത്തേക്ക് നമുക്കേ ഇതാണ് എന്തെങ്കിലും മറക്കും രാവിലെ ധൃതി പിടിച്ചാകുമ്പോഴേ. തലവേദനയുടെ ഹാങ് ഓവർ ഇപ്പോഴും ഉണ്ടേ, മാറി വന്നോളൂ. ശരിക്കും റെസ്റ്റ് എടുക്കണം. ഒക്കെ സവാള ഇട്ട് കൊടുക്കാം. ഇപ്പോഴും ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ഇടാറ് കേട്ടോ. ഇത് മതിയാവും, കുറെ ബാക്കിയുണ്ട്, ഇത്രയും മതി. ഇവിടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം, ഉപ്പിടാം. പുറത്തെന്ത് കാറ്റാന്ന് നോക്കിയേ, എന്റെ ദൈവം. ഇന്നലെ ഇതുപോലെ ഉച്ചക്കൊരു കാറ്റുണ്ടായിരുന്നു. ഇവിടെ ഈ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ പെട്ടെന്ന് അറിയാൻ പറ്റും. ഞാനൊന്ന് ഭയങ്കരമായിട്ട് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതിയല്ലോ. സോയാ സോസ് പിന്നെ ഓയിസ്റ്റർ സോസ് ആണ് ആഡ് ചെയ്യണം. എനിക്കറിയില്ല എന്തേ നമ്മൾ ചോറ് ആഡ് ചെയ്യണം. കുറച്ചും കൂടെ ഇത് ഒഴിക്കണം കേട്ടോ, സോയാ സോസ്. വാലാക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ കുറച്ച് കുരുമുളക് ആഡ് ചെയ്യാം. ചെറുതെന്ന് അറിയാൻ ഈ റൈസ് പറ്റില്ല എന്ന് പറയുന്നത് സത്യത്തിൽ അതെ. ഞാൻ പിന്നെ ഇന്നലെ ലക്ഷ്യം ഉണ്ടാക്കി കൊടുത്തപ്പോൾ എനിക്ക് അവർക്കും കൂടി ഉണ്ടാക്കി കൊടുക്കാനായിട്ട് തോന്നി. അപ്പൊ ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞ് അടച്ചു വെക്കാൻ പോവാണ് കേട്ടോ. ചൂട് കഴിഞ്ഞിട്ട് ഞാൻ പാക്ക് ചെയ്യുള്ളൂ. അപ്പൊ ഞാൻ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ആദ്യമായിട്ടൊന്നല്ല, പണ്ട് വീട്ടിലൊക്കെ കഴിക്കാറുണ്ടായിരുന്നു. കാന്താരി മുളക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. പിന്നെ കൈ കഴുകാതെ കൈ കഴുകുക. ഇത് മൊത്തം ഞാൻ കഴിക്കൂല കേട്ടാ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ എന്റെ കസിൻ ചേച്ചി ജയ ചേച്ചി പഴങ്കഞ്ഞി കുടിക്കണുണ്ട്. അപ്പൊ എനിക്ക് കൊതിയായി. അപ്പൊ ഞാൻ ഓർത്തന്ന് ഞാൻ ഇന്നലെ എപ്പോണ്ട് ചോറ് ഇങ്ങനെ ബാക്കി ആവട്ടെ പറഞ്ഞു. കുറച്ചും കൂടെ തൈര് വേണം. അയ്യ അതൊന്നും എനിക്കിഷ്ടല്ല. എനിക്കിന്റെ പഴങ്കഞ്ഞിയുടെ ഒപ്പം മീൻകറി, കപ്പ, ഉണക്ക അങ്ങനത്തെ ഒന്നും എനിക്കിഷ്ടല്ല, ഞാൻ കഴിക്കൂല. ഈ തൈരും ഉള്ളിയും മുളകും. ഇനി നോക്കട്ടെ ഉപ്പുണ്ടാന്ന്. ഉപ്പില്ല. വേണോ ചെയ്തന്നെ?
നല്ല തണുപ്പുണ്ട് കേട്ടാ, എന്നുവെച്ചാൽ ഒരു സുഖം ഉണ്ട് കേട്ടാ. അയ്യോ മുളക് കളിക്കട്ടെ, ശരിയാണ്. എല്ലാരും കഴിക്കണാണ് ഒരു കൊതിയുണ്ട്. പഴംകുഞ്ഞങ്ങനെ അമ്മ സ്ഥിരം തരൂല, പണ്ട് കഴിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് എപ്പോഴും അന്ന് വെച്ച ചോറും തൈരും എന്തോലും ചിലപ്പോ ഉള്ളി, ചിലപ്പോ കാന്താരിയും കൂട്ടി കഴിക്കാൻ പറ്റണേ. കാന്താരി പൊട്ടിച്ചു. എങ്ങനെയുണ്ട്? എരിവുണ്ട്. അതുപോലെ ഭയങ്കര തണുപ്പ്. ഐസ്ക്രീം അത്ര തണുപ്പില്ല. അയ്യോ തണുപ്പെന്ന് വെച്ചാ ഇങ്ങനെ തണുപ്പല്ല, നമ്മുടെ ബോഡി ഒന്നും ഇങ്ങനെ തണുക്കണ പോലെ. കുറെ ചോറുണ്ട്, പക്ഷെ ഇത്രയും കഴിക്കൂല ഞാൻ. ചെയ്തന്നെ വേണോ? എന്താണ്? ഞാൻ ഇന്നലെ അമ്മനോട് പറഞ്ഞു ഞാൻ പഴങ്കഞ്ഞി കുടിക്കാൻ പോവാന്നപ്പോ അമ്മന് ഉള്ളി അരിഞ്ഞിട്ടോ, അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടാവും, പിന്നെ തൈര് ഒഴിച്ചു വെച്ചോ. പക്ഷെ തൈര് ഞാൻ ഒഴിച്ചില്ല. അത് ഞാൻ ചേച്ചി പറഞ്ഞ ടിപ്പ് എടുത്ത്. ചേച്ചി പറഞ്ഞ് തൈരൊക്കെ ഇട്ട് ഒഴിച്ച് വെക്കുമ്പോഴത്തേക്കും ഭയങ്കര പുളി വരുന്നു. പിറ്റേ ദിവസം ആകുമ്പോ, രാവിലെ ആകുമ്പോ തൈര് ഒഴിച്ച് കഴിയുമ്പോ അത്ര പുളി വരില്ല. അപ്പൊ ഞാൻ അതെടുത്ത് അങ്ങനെ രണ്ടുപേരുടെയും കൂടിയുള്ള ടിപ്സ് എടുത്ത്. ഉണക്കമീൻ വേണമായിരുന്നു, സ്രാവ്. വീട്ടിൽ അതായിരിക്കും കഴിക്കാറ്. അത് മാത്രം ഇഷ്ടാട്ടോ ഉണക്കമീൻ. ഇങ്ങനെ ഇതിന്റെ ഉള്ളിലിട്ടിട്ട് കഴിക്കണത് ഇഷ്ടമല്ല, സെപ്പറേറ്റ് വെക്കണം. കുറച്ചും കൂടി കഴിക്കാം. ഇതിങ്ങനെ കഴിക്കാൻ പറ്റൂട്ടോ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കഴിക്കുന്നത്. മറ്റേ ചട്ടിയിലിട്ട് കഴിക്കാം. ചേച്ചി അങ്ങനെ ചെയ്തത്, അതുകൊണ്ട് മാത്രം ഉണ്ടായിരുന്നു പഴങ്കഞ്ഞി കുടിക്കുന്നത്. ആ വീഡിയോ കണ്ടോണ്ട് ചേച്ചിയുടെ. ഞാൻ വെള്ളം കുടിക്കാൻ വന്നു. മുളക് ഇപ്പൊ മതിയായി, മുളക് ഇടാക്ക. അമ്മ പറയണേ പണ്ട് നാട്ടിലൊക്കെ ഇതുപോലെ ചെയ്യുന്നു. അതുപോലെ ഈ രസമൊക്കെ അങ്ങോട്ട് വെച്ച് വയ്ക്കും. പണിക്ക് പോകണം. അന്നത്തെ നമ്മളെ നാട് തൃശ്ശൂരാ, എല്ലാരും എന്തേലും പണിക്ക് പോകും, പാടത്തുള്ള പണികൾ. അപ്പൊ ഈ രസമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് ചെയ്യുന്നറിയോ, അങ്ങനെ പിറ്റേ ദിവസം നേരമില്ല. അന്ന് അമ്മ പറയണേക്ക ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ഒന്നുമില്ല, ഇതുപോലെ തലേ ദിവസത്തെ ചോറ് ഇങ്ങനെ വെച്ചേക്കും. എന്നിട്ട് എന്ത് ചെയ്യും, പണിക്കുണ്ട് നേരം ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും, ഈ ചോറിലേക്ക് രസം ഒഴിച്ച് ഉണക്കമീൻ ചിലപ്പോ ഉണ്ടാവും, അല്ലെങ്കിൽ അതും വാരി കഴിച്ച് എല്ലാരും പണിക്കൂ. അമ്മയുടെ ചേച്ചിയൊക്കെ അങ്ങനെ ഇരുന്നെന്നാണ് അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതല്ല ഞാൻ ഒരുവിധം ഞാൻ കഴിക്കുമായിരിക്കും. ഇനി പോണ സമയം കാണാട്ടാ. വൈകുന്നേരം വന്നിട്ട് മതിയോ ഉച്ചക്ക്? വയറ് പൊട്ടാറായി. അപ്പൊ ഞാൻ ഇനി വീട്ടിലേക്ക് പോവാനായിട്ട്. സേതയുടെ പോണ വഴിക്ക് എന്നെ അവിടെ ആക്കും.
നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിസാരം ബൈരാഗി വരാം കേട്ടോ. ബൈ.